وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله كبيرا. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ആരോഗ്യത്തോടെ ഈ ഒരു ഈദിന്റെ മുസല്ലയിൽ ഒരുമിച്ചു ചേരാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഈ ഒരു ഈദിന്റെ മുസല്ലയിൽ ഒരുമിച്ച് ചേർന്നതുപോലെ പരിശുദ്ധ സ്വർഗ്ഗത്തിലും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് അത്തറടിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഈദിന്റെ സുദിനത്തിൽ നമ്മൾ ഒന്നിരിക്കുമ്പോൾ രക്തത്തിന്റെ ഗന്ധമുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്ക് മുന്നിൽ, ഇസ്രായേൽ പട്ടാളത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ജീവിക്കുന്ന പാവങ്ങളായ ഫലസ്തീൻ ജനതയടക്കമുള്ളവരെ ഓർത്തുകൊണ്ടായിരിക്കണം ഈ ഈദിന്റെ ദിനത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു തആല ഫലസ്തീൻ ജനതക്ക് സമാധാനം നൽകുമാറാവട്ടെ. അവരുടെ ശത്രുക്കളെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. ജീവിതയാത്രയിൽ കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന ചിലരൊക്കെ, പ്രത്യേകിച്ച് സന്തോഷത്തിന്റെ നാളുകളിൽ നമ്മൾ ഓർക്കുന്ന ചില മുഖങ്ങളൊക്കെ അവരുടെ ഖബറിടങ്ങളിലാണ്. ഉമ്മയുണ്ടവരിൽ ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. മരണത്തിനപ്പുറമുള്ള ലോകത്ത് സ്വർഗ്ഗത്തിൽ അവരെ കണ്ടുമുട്ടാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേർ ഹോസ്പിറ്റലുകളിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫാഉൻ ആജിലത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ചിലരുടെയൊക്കെ മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതും മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നതുമാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ തസ്ലീമിന്റെ അവസാന വാക്കുകൾ ചെവിയിൽ ഇന്നും അലയൊലിക്കുന്നുണ്ട്. അതും പറഞ്ഞ് ഒരു അപകടത്തിൽ അവൻ മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലരൊക്കെ അങ്ങനെയാണ്. ജീവിതയാത്രകളിൽ ഒരുപാട് സ്വപ്നങ്ങൾക്കിടയിൽ തിരിച്ചുപോയവരാണവർ. എല്ലാ നന്മകളിലും മുന്നിലുണ്ടായിരുന്ന 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന കുട്ടികളോട് ഇനി വിധിയുണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട സുഹൃത്ത് ഫഹ്മി ഫറാസ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയുമൊക്കെ അപകടത്തിൽ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഖബറിലാണുള്ളത്. തന്റെ വീട്ടിലെ ചില വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി, ബൈലക്സ് മെസ്സഞ്ചർ ഓണാക്കി വെച്ച് പുറത്തിറങ്ങിയ ജാബിർ കായക്കൊടി ആക്സിഡന്റ് പറ്റിയ വിവരം തന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ വിധവകളും യതീമുകളുമാണെങ്കിൽ, ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഹൈദരാബാദിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ മരണപ്പെട്ട് ബാംഗ്ലൂരിലെ സഹപ്രവർത്തകർ ജനാസക്കു പിന്നിൽ നിന്ന് ജനാസ നമസ്കരിച്ച് യാത്രയാക്കിയ പ്രിയ സുഹൃത്ത് സുലൈമാൻ ഹിക്കമിയും എന്റെ നിക്കാഹിന്റെ അതേ ദിനത്തിൽ നിക്കാഹിനെ എന്നെ ക്ഷണിച്ച് ആ നിക്കാഹിന്റെ അന്ന് വരാൻ പറ്റില്ലെന്ന് എന്റെ നിക്കാഹാണെന്ന് പറഞ്ഞപ്പോൾ ശരിയെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സുഹൃത്ത് അത്തീഫുമൊക്കെ ഇന്ന് ഖബറുകളിലാണ് ഉള്ളത്. അവരൊക്കെ നേടിയ നന്മകൾ, അവരൊക്കെ ചെയ്തു കൂട്ടിയ നന്മകൾക്കുള്ള പ്രതിഫലം വാങ്ങാൻ അവരൊക്കെ അവരുടെ ഖബറുകളിലാണുള്ളത്. സുഹൃത്തുക്കളെ,
ഈ ഈദിന്റെ മുസല്ലയിൽ ഇരിക്കുന്നവരെ, അടുത്തൊരു ഈദിന്റെ സുദിനത്തിൽ ഒരുപക്ഷെ നമ്മുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടേക്കാം. താജുക്കയെ നമ്മൾ പറയാറുണ്ട്, സൈഫുക്കയെ നമ്മൾ പറയാറുണ്ട്, സൗഭ യൂസുഫ്കയെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുകൾ പറയുമ്പോൾ അടുത്തൊരു ഈദിന്റെ മുസല്ലയിൽ, കഴിഞ്ഞ വർഷം ഈദിന്റെ മുസല്ലയിൽ ഉണ്ടായിരുന്ന ഇന്ന ആൾ എന്ന് എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മുടെ ലോകത്ത് നമ്മുടെ അമലിന്റെ റിസൾട്ട് വാങ്ങാൻ പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കഥ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല വിശ്വാസികളായ ആളുകൾ മരണത്തിന്റെ നേരത്തെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ, എന്റെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിക്കുക. അതാണ് പെരുന്നാളിന്റെ പ്രത്യേകത. പെരുന്നാൾ നമ്മൾ എന്താ പറയണേ? എത്ര വട്ടം അല്ലാഹു അക്ബർ പറയണേ അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളയാണെന്ന് പറയാൻ, ആ അള്ളയാണ് ഞങ്ങളെ റബ്ബെന്ന് പറഞ്ഞ് പിന്നെ അതിൽ ഇസ്തിഖാമത്തുണ്ടാവുക, മരണം വരെ അതിൽ നിലനിൽക്കുക. ചില ആളുകളെ പറ്റി നമ്മൾ പറയും സജീവായിരുന്നു, പിന്നവർ എല്ലാം വിട്ടെറിഞ്ഞു പോയി. അതല്ല, മരണത്തിന്റെ നേരം വരെ ഇസ്തിഖാമത്തോടു കൂടി നിൽക്കുക. അങ്ങനത്തെ ആളുകളുടെ അടുത്തേക്ക് മരണത്തിന്റെ നേരത്ത് മലക്ക് വരുന്ന, വേറെ ആരെ ആലോചിക്കണ്ട. ഞാൻ പറയുമ്പോ എന്നെ ആലോചിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ യാത്രയിൽ മരിക്കുമ്പോ എന്റെ അടുക്കൽ വന്ന് മലക്കുകൾ ഇത് പറയുമെന്ന് മാത്രം ഓരോരുത്തരും ആലോചിച്ചാൽ മതി. അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് നിങ്ങൾ പോന്നോളൂ, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ. ആര് പറയും? മലക്കുൽ മൗത്തും കൂട്ടരും പറയും. ആരോട് പറയും? അള്ളയാണ് റബ്ബ് എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിന്നവരോട് പറയും. എന്നോട് പറയും, ഇന്ന് മരിച്ചാൽ നാളെ മരിച്ചാൽ എന്നോട് നിങ്ങളോടും പറയുവാന്നാ. മലക്കൾ വീണ്ടും പറയുന്ന ദുനിയാവിലും പരലോകത്തും ഇനി നിങ്ങളുടെ ചങ്ങാതിമാർ ഞങ്ങളാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കും. നുസുലം മിൻ ഗഫൂരിർ റഹീം. സുഹൃത്തുക്കളെ, പെരുന്നാളിന് നമ്മളെ വീട്ടിലേക്ക് ചില ആളുകളൊക്കെ വരും. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വാങ്ങി മസാല കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ റെഡി ആയിട്ടുണ്ട്, ചിലതൊക്കെ റെഡിയാക്കാൻ. എന്താ കാരണം? എന്താ? ഗസ്റ്റാള് വരും, നമ്മൾക്ക് അതിഥികൾ വരുന്ന. നമ്മൾ നാളെ അതിഥികളായി ചെല്ലും. ആരുടെ? നുസുലം മിൻ ഗഫൂരിർ റഹീം. പാപങ്ങൾ പൊറുക്കുന്ന കരുണാനിധിയായ റബ്ബിന്റെ എല്ലാം പുറത്തുവരും. അങ്ങേറ്റ സ്നേഹന്റെ റബ്ബിന്. നമ്മൾ രണ്ടാള് തെറ്റി, എല്ലാ പെരുന്നാളിനും പോകുന്ന ആൾക്കാരാ. ബിസിനസ്സിൽ തെറ്റി, ഇന്നെന്താ സംഭവിക്കുക? ഇന്ന് പോവും? ഇന്ന് പോവില്ല, തെറ്റി. കാരണം നമ്മളെ മനസ്സിന് വിശാലതല്ല. പക്ഷെ അള്ളാഹുവിനെ റഹീം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ റബ്ബാണ് എന്ന് പ്രഖ്യാപിച്ച ആൾക്കാർക്ക് പറ്റുക. അപ്പോഴാണ് നമ്മൾ ചൊല്ലാൻ പറയാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അതിന് പറ്റി എന്നതാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ ബാപ്പയേക്കാൾ വലുതെനിക്ക് അള്ളയാണ്. നമ്മൾ എന്താ പറയാ? എങ്ങനെയാണ് ഇപ്പോ കുടുംബത്തെ തെറ്റിക്കുക? എനിക്ക് അറിയാം സത്യം ഇന്നതാണ്, എനിക്കറിയാം ഇതാണ് ശരി. എന്നാലും നാട്ടിൽ പോകുമ്പോ, എന്റെ മഹലിൽ ബാംഗ്ലൂരിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെയല്ല. എന്റെ നാട്ടുകാരെ തെറ്റിക്കാൻ പറ്റൂല, എന്റെ വീട്ടുകാരെ തെറ്റിക്കാൻ പറ്റൂല, എന്റെ കുടുംബമൊക്കെ അങ്ങനെയാണെന്നല്ല പറയാ. ഇബ്രാഹിം നബി അങ്ങനെയല്ല പറഞ്ഞത്. അവരൊക്കെ അങ്ങനെയാണെങ്കിലും എനിക്ക് അള്ള ഇങ്ങനെയാണെന്നാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ ഉപ്പനോട് സംസാരിച്ച സംസാരമുണ്ട്. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിം എന്ന നബിയെ നിങ്ങൾ ഓർത്തോളൂ. സത്യസന്ധനായ ഒരു പ്രവാചകനാണ് അദ്ദേഹം.
ഇത് ഖാല ലി അബീഹി, സ്വന്തം പിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, യാ അബത്തി, എന്റെ പൊന്നാര ഉപ്പ. ശരിക്കും എന്താ പറയുക, ഉപ്പാന്ന് വിളിക്കാൻ അബീന്ന് മതി. അബി എന്റെ ഉപ്പാന്ന് വിളിക്കാൻ. പക്ഷേ യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. എന്താ വ്യത്യാസം അറിയോ? സ്നേഹത്തിൽ വിളിക്കുമ്പോ അബീന്ന് വിളിക്കും, എന്നാൽ എന്നോട് തിരിച്ച് സ്നേഹമല്ല ഉപ്പക്ക്. എന്നിട്ടും ആ ഉപ്പനോട് തിരിച്ച് സ്നേഹം കാട്ടുമ്പോഴാണ് യാ അബത്തി ലിമ തഅബുദു മാ ലാ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഅ്നി അൻക ശൈആ. എന്തിനാണ് ഉപ്പ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, ഒരു ഉപദ്രവവും ചെയ്യാത്ത, കാണാത്ത കേൾക്കാത്ത വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത്? ഒരു ഉപകാരം ചെയ്യലോ ഉപദ്രവവും ചെയ്യൂല. കണ്ടില്ല, ജീവിതത്തിൽ കുറെ സങ്കടം വരുമ്പോ ആൾക്കാരെ വിളിക്ക പോരെ, ജാറത്തുങ്ങ പോകും. എന്നിട്ട് ആ ജാറത്തിന്റെ മുന്നിൽ നിൽക്കുന്ന കടയിൽ നിന്ന് പൂവ് വാങ്ങി ആ ജാറത്തിൽ കൊണ്ടുപോയി കൊടുക്കും. എന്തിനാണത്? സുഹൃത്തുക്കളെ, പച്ച ശിർക്കല്ലേ. ഇബ്രാഹിം നബി 15 വയസ്സിന്റെ മുമ്പിൽ ഉപ്പനോട് പറഞ്ഞ, ഉപ്പ ചെയ്യലിട്ടോ, നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല. ഉപ്പ എന്താ പ്രതികരിച്ചറിയോ? ചെറിയ കുട്ടിയല്ലേ എന്നല്ല. ഇബ്രാഹിമേ, നീ എന്റെ ആരാധ്യന്മാരോ വേണ്ട എന്ന് വെക്കുകയാണോ എങ്കിൽ എറിഞ്ഞാട്ടുന്ന ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞു. പനോട് എന്താ പറയാറ്? ഖാല സലാമുൻ അലൈഹി സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയാ. ശരിപ്പം ഞാൻ പോവാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ നിന്നോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? അള്ളാനെ ആരാധിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾക്ക് മനസ്സിലായ തൗഹീദ്, ജാറത്തിങ്ങ പോകരുത്, അള്ളയില്ലാത്തവരോട് വിളിക്കരുത്, വീഴാൻ പോകുമ്പോ എന്റെ ബദരീങ്ങളെന്ന് വിളിക്കരുത്, ഏതെങ്കിലും അസുഖം വരുമ്പോ ഒരു ചരട് കെട്ടരുത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അത് വീട്ടിൽ പലരും കെട്ടുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അരുതെന്ന് പറയാനുള്ള ഈമാനുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ചെല്ലുന്ന തക്ബീർ വെറുതെ ഇങ്ങനെ ഓറലായി ചെല്ലുകയാണ്. എല്ലാവരും ചെല്ലുന്നുണ്ട്, ഞാനും ചെല്ലുന്നുണ്ട്, അതിന്റെ അപ്പുറം എന്തില്ല, ആ തക്ബീറിന് ഇല്ലാന്നാണ്. ഇബ്രാഹിം നബിക്ക് നാട്ടാരേക്കാൾ വലുത് അള്ളാനെ ആയിരുന്നു. ഉപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നാ ശരി ഇനി സൈലന്റ് ആവാന്നല്ല, നാട്ടുകാരോട് പോയി പറഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, എന്റെ ഉപ്പ ചെയ്യണം ശരിയല്ല, നിങ്ങൾ ചെയ്യണം ശരിയല്ല. നാട്ടുകാര് വലിയൊരു തീക്കുണ്ടാരുണ്ടാക്കിയിട്ട് ആഗ്രഹം സഫലീകരണത്തിന് ആളുകൾ അവരുടെ ആഗ്രഹത്തിന് വലിയ വിറകുകൾ കൊണ്ടുപോയിട്ടു. ആ തീക്കുണ്ടാരത്തിന്റെ വലിപ്പറിയണമെങ്കിൽ ഇബ്രാഹിം നബിയുടെ തീക്കുണ്ടാരത്തിലേക്ക് എങ്ങനെ ഇട്ടറിയും? കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത്രയും ചൂടായപ്പോൾ ഒരു വടിയിൽ കെട്ടി, നമുക്ക് ഭാഷ ക്രൈനിൽ കെട്ടി ഇബ്രാഹിം നബിയിലേക്ക് ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അന്ന് ക്രൈൻ ഉണ്ടോ ചോദിക്കണ്ട, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. അത്രയും വലിയ തീക്കുണ്ടാരായിരുന്നു. എന്തേ അദ്ദേഹം പറഞ്ഞറിയോ? നാട്ടുകാരെ, ഇനിയിപ്പോ അപകടമാണ്. ഇബ്രാഹിമിനെ നിങ്ങൾ ചുട്ടുകരിച്ച് നിങ്ങളുടെ ആലിയത്തുകളെ രക്ഷിച്ചോളൂ. ഇബ്രാഹിം നബി അവർ തീകുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോൾ ഇബ്രാഹിമിന് ചൂടായ തീനെ അള്ളാഹു തണുപ്പാക്കി കൊടുത്തു. സുഹൃത്തുക്കളെ, ഇപ്പൊ അങ്ങനെ വെയിലറിച്ചു വരുന്നില്ലേ, ചെറിയ ചൂട് തുടങ്ങുന്നില്ലേ? ആ ചൂട് എന്തെങ്കിലും ചെയ്ത് നമുക്ക് തണുപ്പായി തോന്നിയിട്ടുണ്ടോ? തണുപ്പായി തോന്നിയെന്നാണ്. തീന്റെ അവസ്ഥ നമ്മൾ മാറ്റിക്കൊടുത്തു. എന്തുകൊണ്ടറിയോ? തീയിലേക്ക് ഇട്ടപ്പോ ഇബ്രാഹിം നബി എന്താ പറഞ്ഞേ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എന്റെ വക്കീൽ ആരാണ്? അള്ളയാണ് എന്നാ പറഞ്ഞത്. എന്റെ വക്കീൽ അള്ളയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും വലുതായി പ്രഖ്യാപിച്ചു. ഭാര്യയേക്കാൾ ഏറെ അള്ളാഹുവിനെ സ്നേഹിച്ചു. ഭാര്യയും മകനെയും കൊണ്ടുപോയാക്കി. 86-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് മകൻ ഉണ്ടാകുന്നത്. ആ മകനെ ബലിയറുക്കാൻ റെഡിയായി. അദ്ദേഹം ചേലാകർമ്മം ചെയ്യുന്നത് 80-ാമത്തെ വയസ്സിലാണ്. അള്ളാഹു ചോദിക്കുന്നത്, ഇബ്രാഹിം പറഞ്ഞിട്ടുള്ളല്ലോ എന്തിനിങ്ങനെ ധൃതി കാണിച്ചു എന്നാ. അദ്ദേഹം തിരിച്ചല്ലാണ്ട് പറയണമെന്നറിയോ? പടച്ചോനെ, നിന്റെ ഒരു കൽപ്പന വന്നിട്ട് ഇനി ഞാൻ കാത്തിരിക്കുകയോ എന്നാ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്തും അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ അദ്ദേഹം റെഡിയായി എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെയാണ്. ആരുമില്ലാത്ത ആ മക്കത്ത് കൊണ്ടുപോയി ആക്കി വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹാജറ പിന്നാലെ കൂടി ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കൊണ്ടുപോയി ആക്കിയതൊരു ഫ്ലാറ്റിലല്ല, ആൾക്കാരിടയിലല്ല ആക്കിയത്. ആരുമില്ലാത്ത ഹാജറന്റെ വാക്കുണ്ട്, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഐന തദ്ഹബ്,
എങ്ങോട്ടാ പോണത്? വതതുറുക്നാ ബിഹാദൽ വാദ്, ഈ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് അല്ലദീ ലൈസ ഫീഹി ഇൻസുൻ, ഒരു മനുഷ്യനുമില്ല. 4 ആൾ അപ്പുറത്തുണ്ട്, 4 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, വൈഫൈ കണക്ഷൻ ഉണ്ട്, മറ്റേ ഇന്ന സൗകര്യം ഒന്നുമില്ല. ഒരു സൗകര്യം ഇല്ലാത്ത നാട്ടിൽ കൊണ്ടുപോയാക്കുന്ന ഇതിങ്ങനെ പോയി പിന്നാലെ കൂടി ചോദിക്കാൻ, ഇബ്രാഹിം നബിന്റെ പിന്നാലെ കൂടി ചോദിച്ചിട്ടും മിണ്ടാതെയായപ്പോൾ ചോദിച്ചു, അല്ലാഹു അമറക ഹാദാ, അള്ളാഹ് പറഞ്ഞതാണോ ഇബ്രാഹിം ഇവിടെ കൊണ്ടുവന്നിട്ട് ഭാര്യയും കുട്ടിനെയും ആക്കണമെന്നത് അള്ളാഹ് പറഞ്ഞതാണോ? 2 തോൽസഞ്ചി ഉണ്ടായിരുന്നത്, വെള്ളം നിറച്ച പാത്രം, ഖലാസ് കഴിഞ്ഞു. അതിലുള്ളത് അത്രയും ഉണ്ടായിരുന്നു, വേറൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് പറഞ്ഞിട്ടാണ് പെണ്ണെ ഇവിടെ ആക്കി പോണത്. ഇബ്രാഹിം നബിയോട് തിരിച്ചാജർ പറയുന്ന വാക്കുണ്ട്, എങ്കിൽ പൊക്കോളൂ, പ്രശ്നമില്ല, ഇതെല്ലാം അള്ളാഹ് ഞങ്ങൾ കൈവടില്ല. ആ ധൈര്യം ജീവിതത്തിലുണ്ടോ? എവിടെന്ന ഹാജറക്ക ധൈര്യം കിട്ടിയ നിങ്ങൾക്ക്? ഇബ്രാഹിം നബി പഠിപ്പിച്ച അള്ളാഹനെ മനസ്സിലായി. എനിക്ക് നിങ്ങൾക്ക് അള്ളാഹനെ മനസ്സിലായിരിക്കണം. അള്ളാഹ് പറയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, നിങ്ങൾക്ക് അള്ളാഹനെ മനസ്സിലാകേണ്ട പോലെ മനസ്സിലായിട്ടില്ല. നമ്മൾ ദേഷ്യം വരുമ്പോൾ കുട്ടികൾ പറയും, എനിക്കെന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ. അള്ളാഹുവിനെ ശരിക്കും എന്തായിട്ടില്ല, മനസ്സിലായിട്ടില്ല എന്നാണ്. അങ്ങനത്തെ ഒരു ഭാര്യയുണ്ട്. സഹോദരിമാരെ, ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. ഈ സഹോദരിമാർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ജോലി ചെയ്യുന്ന സഹോദരിമാർ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ വീട്ടിൽ ചെലവിന് കൊടുക്കണ്ട, വീടിന്റെ ഉത്തരവാദിത്തക്കാർക്ക് പുരുഷന്മാർക്കാണ്. എന്നാൽ ഇന്നൊരു ബലി അറുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ കുറെ ചെടിച്ചട്ടി വാങ്ങി, കുറെ ഡ്രസ്സുകൾ വാങ്ങി, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിന് പകരം എന്തൊരു നന്മക്കാണ് നിങ്ങൾക്കു ലഭിച്ച, നിങ്ങൾ നോക്കേണ്ടതില്ലാത്ത, നിങ്ങൾ സമ്പത്ത് ചിലവഴിക്കേണ്ടതില്ലാത്ത കുടുംബത്തിൽ ഉത്തരവാദിത്വം ഭർത്താവിനായിരിക്കെ നിങ്ങൾ ചെയ്തത് എന്നാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് സലഫുകളായ മുൻഗാമികളെ ഭാര്യമാര് പറയായിരുന്നു, പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇനിയും വിശപ്പ് സഹിക്കാം, നോ പ്രോബ്ലം, പക്ഷേ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, ഞങ്ങൾ വിശപ്പിന്റെ ചൂട് സഹിച്ചോളാം എന്ന് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, നല്ല ഒരു ഭാര്യയാവണം, നല്ലൊരു ഉമ്മയാവണം. എങ്ങനെയാവാൻ പറ്റുള്ള അറിയോ? അള്ളയാണ് എല്ലാത്തിനേക്കാളും വലുതൊന്ന് പ്രഖ്യാപിച്ചാൽ മതി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുണ്ട്, 2 പേരും നബിമാരാണ്. ആ മക്കളെ ചേർത്തു പിടിച്ച ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും ചരിത്രമാണ് അവരുടേത് കാണാൻ പറ്റുന്നത്. മകന് വെള്ളം ലഭിക്കാത്തപ്പോൾ ഓടുന്ന ഒരു ഉമ്മയുണ്ട്. സഫാ കുന്നിലേക്ക് ഓടും, മറവയിലേക്ക് ഓടും. ഇടയ്ക്ക് കുഞ്ഞിന്റെ കരച്ചിൽ വരുമ്പോൾ ഓടി വരും. അല്ലാഹു തആല ആ പെണ്ണിന്റെ ഓട്ടത്തെ പറ്റി പറഞ്ഞത് അതൊരു വെറും ഓട്ടമല്ല, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, അത് അല്ലാഹുവിന്റെ മതചിഹ്നമാണ്. ഒരു പെണ്ണ് തന്റെ കുട്ടിന്റെ പ്രാണന് വേണ്ടി ഓടിയ ഓട്ടമില്ലേ, അത് അല്ലാഹുവിന്റെ മതചിഹ്നമായി സഫയെയും മറുവയെയും അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. മക്കളെ ചേർത്തു പിടിച്ച. ഇനി ഇബ്രാഹിം നബിക്ക് മക്കളോട് ഇഷ്ടല്ലേ? ഉണ്ട് സുഹൃത്തുക്കളെ, മക്കളോട് ഇഷ്ടമുണ്ട്. ആ മകനെയും ഭാര്യയെയും കൊണ്ടുപോയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, റബ്ബേ ഞാൻ എന്റെ ഭാര്യയെ, എന്റെ പ്രിയപ്പെട്ട മകനെ ഒഴിവാക്കി പോവുകയാണ്, ഇവിടെ പാർപ്പിക്കുകയാണ് ഈ താഴ്വരയിൽ, ഒരു കൃഷി പോലും ഇല്ലാത്ത നാട്, മലകുന്നായിരുന്നു, ഒന്നുമില്ലാത്ത നാട്, ഒരു സമാധാനം. നിന്റെ പരിഭാവനമായ കഅബയുടെ അടുക്കലാണ്, ആ ഒരു സമാധാനത്തിൽ ഞാൻ പോവുകയാണ്. സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് എന്തറിയോ? അള്ളാഹുവിനേക്കാൾ വലിയ സ്നേഹമായില്ല. സുഹൃത്തുക്കളെ, നമ്മളെ മക്കൾക്ക് നമ്മളെ ഇന്ന് പറയും, ഇന്നത്തെ തലമുറ വഴിതെറ്റിയാണ്, സകല തിന്മകളിലും അവരുണ്ട്, എവിടെയും നോക്കുമ്പോൾ ചെറുപ്പക്കാരാണ്, പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ മക്കളൊക്കെ നല്ല മാർഗത്തിൽ നടക്കണമെന്ന് പറഞ്ഞോ, ചേർത്തു പിടിക്കണം, നന്മയിൽ ചേർത്തു പിടിക്കണം. ഒരുപാട് പണം നൽകി സ്കൂൾ വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കുമ്പോൾ ദീന് കൂടി അവർക്ക് പഠിപ്പിക്കാൻ ഒരൽപ്പം ത്യാഗം നമ്മൾ ചെയ്യണം. ഒരൽപ്പം ത്യാഗമാണ്. ഒരു പക്ഷേ ഷോപ്പിൽ നിന്ന് നേരെ ഇറങ്ങേണ്ടി വരും, ഷോപ്പിൽ ഒരാളെ നിർത്തേണ്ടി വരും, ഷട്ടർ ഒന്ന് താഴ്ത്തേണ്ടി വരും. ഒരൽപ്പം ത്യാഗം ചെയ്ത് തന്നെ നമ്മുടെ മക്കൾക്ക് നന്മകൾ പകർന്നു കൊടുക്കണം. എങ്കിൽ അവർ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ആ മക്കൾ നമ്മളെ കൂടെ ഉണ്ടാവണം. അതിന് നമ്മുടെ മക്കൾക്ക് നന്മകൾ കൈമാറണം. അതിന് പറ്റുന്നത് മദ്രസ വിദ്യാഭ്യാസമാണ്.
ബാംഗ്ലൂരിന്റെ പല ഭാഗത്തുണ്ട്. ശിവാജി നഗറിലുണ്ട്, എഗഡെ നഗറിലുണ്ട്, ഒക്ലിപുരത്തുണ്ട്, BTM-ലുണ്ട്, ഇന്ദിരാനഗറുണ്ട്. ഈ ഓൺലൈനും അല്ലാത്തയുമൊക്കെ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഏറ്റവും അടുത്ത സ്ഥലങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസങ്ങളുള്ളിടത്ത് നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകുമ്പോഴാണ് സ്നേഹനിധിയായ ഉപ്പയും ഉമ്മയുമായി നമ്മൾ ആകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കുറച്ചൊക്കെ ത്യാഗം ചെയ്യണം. ത്യാഗങ്ങൾ ചെയ്യുമ്പോഴാണ് തക്ബീറിന് മഹത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അവസാനത്തെ വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ സുഹൃത്തുക്കളെ, തക്ബീറിന്റെ ധ്വനികൾ ചൊല്ലുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ത്യാഗം ചെയ്യാൻ മനസ്സ് വേണം. ഈദിന്റെ മുസല്ലയിൽ സ്വതക്ക ചെയ്യാറുണ്ട് നമ്മൾ. ആ സ്വതക്ക വേദനിക്കുന്ന രൂപത്തിലുള്ള സ്വതക്കകളാകണം. നമ്മുടെ വാഹനത്തിന്റെ അടുക്കലേക്ക് ബക്കറ്റുമായി വരുമ്പോൾ അത് എനിക്കുള്ളതാണ്, അവർക്കുള്ളതല്ല, അത് എനിക്കുള്ളതാണെന്ന മനസ്സിലാണ് നമ്മൾ സ്വതക്കകൾ നൽകേണ്ടത്. എന്റെ കണ്ണിനെ താഴ്ത്തുമ്പോൾ, എന്റെ ജീവിതത്തിൽ എല്ലാ സൂക്ഷ്മതകളും പാലിക്കുമ്പോൾ അള്ളയാണ് വലുതെന്ന് പ്രഖ്യാപിക്കാൻ പറ്റണം. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമുക്ക് നമ്മോട് ചോദിക്കാം, ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് കിട്ടിയ എത്ര പേർ ഈ സദസ്സിലുണ്ട്? എന്നിട്ടും നമ്മൾ ചെല്ലിയില്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന്? ആണോ നമുക്ക് അള്ളയാണോ വലുത്? അള്ളയായിരുന്നു വലുതെങ്കിൽ ഒരു ഉറക്കം നമ്മളെ ബാധിക്കുമായിരുന്നില്ല. പെരുന്നാൾ തലേന്നുള്ള കച്ചവടം ഇന്നലെ നമ്മളെ ബാധിക്കുമായിരുന്നില്ല. നമുക്ക് അള്ളയാണ് വലുത് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താ പറയുക സുഹൃത്തുക്കളെ, ഒരു നാൾ നമ്മൾ തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന നേരത്ത് ഈ മലക്കുകൾ വന്നിട്ട് നമ്മളോട് പറയണമെന്ന ഓടിയകലുന്ന മരണം നിങ്ങളെ തേടി വരും. ആ തേടി വരും. നമ്മളൊരു സുഹൃത്ത്, തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് മരണപ്പെട്ടത് ഇന്നലെയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇന്നലെയാ മരിച്ചത്. ഇന്ന് അവന്റെ വീട്ടിലെ പെരുന്നാൾ എന്താ? ഇന്ന് എന്താ അവന്റെ വീട്ടിലെ സാഹചര്യം? ഒരു അപകടത്തിൽ ഇന്നലെയാണ് മരിക്കുന്നത്. ഇതുപോലെ പോകുമ്പോൾ ആ മരണം തേടി വരും. അന്ന് തേടി വരുമ്പോൾ 2 സാധ്യതകളാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ മടങ്ങിക്കോ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്. അള്ളാഹുവിന്റെ തൃപ്തി നേടി നീയും തൃപ്തനായി മടങ്ങിക്കോ. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമയുടെ കൂടെ എന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് നല്ലവരായ ആളുകളോട് പറയും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ അൽ മലായികതു യളിബൂന വുജൂഅഹും വഅദ്ബാറഹും. തോന്നിവാസികളായ ആളുകളെ മലക്കുകൾ മരിപ്പിക്കാൻ വരുന്ന നേരം അടിച്ചു വേദനിപ്പിച്ചവർ പറയും, വദൂഖൂ അദാബൽ ഹരീഖ്, അനുഭവിച്ചോ മനുഷ്യ. ഇതിലേതായിരിക്കും എന്റെ ഉങ്ങൾക്കും? അനുഭവിച്ചോ മനുഷ്യ എന്നാണ് മലക്കുകൾ പറയുന്നതെങ്കിൽ പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തുഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. വലിയ തിരമാലകൾ പോലെ നരകത്തിന്റെ കാർത്തരമ്പലും പ്രകമ്പനങ്ങളും കേൾക്കുമ്പോൾ ആ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് മലക്കോട് ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, താക്കീതുകാർ നിങ്ങൾക്ക് വന്നില്ലേ എന്ന്. ആ നരകത്തിൽ കിടന്നവർ പറയും, ബലാ ഖദ് ജാഅനാ നദീർ, താക്കീതുകാർ ഞങ്ങൾക്ക് വന്നിരുന്നു. മലയാളത്തിലുള്ള ഖുതുബകൾ ഞങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ട്രാഫിക് പേടിച്ച് ഞങ്ങൾ വരാതിരുന്നതാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയാൽ മതി, അറബി കേട്ടാലും മതി, ജുമുഅ വീടിയാൽ മതി എന്ന് തീരുമാനിച്ചതാണ്. ത്യാഗം ചെയ്യാൻ ഞങ്ങൾ റെഡിയായിരുന്നില്ല. ഖുർആൻ ക്ലാസുകൾ നടക്കാറുണ്ട്. ഖുർആനിന് മുമ്പിൽ വന്നിരിക്കാൻ ഞങ്ങൾക്കു സമയമില്ല. ഇതൊക്കെയുണ്ട് എന്ന താക്കീതുകൾ ഞങ്ങൾ കേട്ടിരുന്നു. ഞങ്ങളതൊക്കെ കളവാക്കി. എന്നാൽ ഒരൽപ്പം ത്യാഗം ചെയ്ത് മലയാളത്തിലെ ഖുതുബക്ക് വരുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവരെ കണ്ടപ്പോൾ ഞങ്ങൾ കളിയാക്കുകയാണ് ചെയ്തത്. യാത്ര ചെയ്ത് ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നവരുണ്ട്, സുബഹിന്റെ നേരത്ത് വരുന്നവരുണ്ട്. അവരെ കണ്ടപ്പോൾ ഞങ്ങൾ കളിയാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്ന് നമ്മുടെ മുഹമ്മദ് എന്ന മാനു
മെജസ്റ്റിക്കിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ സമയത്താണ് നാട്ടിലെത്തിയ അപകടത്തിൽ മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ പോലെ ഈ ഈദിന്റെ മുസല്ലകളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന്റെ ഖബറിലാണ്. അദ്ദേഹത്തിന്റെ 3 മക്കൾ യതീമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം മരിക്കുമ്പോൾ 8 മാസം ഗർഭിണിയാണ്. സുഹൃത്തുക്കളെ, അവസ്ഥ നോക്കൂ. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമയം ഉണ്ടാകുമ്പോൾ ചെയ്തോളി. ഇല്ലെങ്കിൽ നരകത്തിൽ പറയുന്ന ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, ആലോചിച്ചിരുന്നെങ്കിൽ ഈ നരകക്കാരിൽ ഞങ്ങൾ പെടില്ലായിരുന്നല്ലോ. ഇപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? എങ്കിൽ ഈ വിടന്ന് നിങ്ങൾ പൊയ്ക്കോളൂ, നരകം നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറയും. അതില്ലാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരു ശ്രദ്ധ വേണം. പെരുന്നാള് ഏറ്റവും വലുത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയലാണ്. സ്വീകരിക്കണേ പടച്ചോനെ എന്ന് പറയലാണ്. എന്താ സ്വീകരിക്കേണ്ടത്? ചെയ്യണ നന്മകളാണ്. നന്മകൾ ഉണ്ടോ സുഹൃത്തുക്കളെ? കൈകളിൽ എന്താണുള്ളത്? വതസവ്വദൂ, നിങ്ങൾ യാത്രക്കൊരുങ്ങിക്കോളൂ. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല വിഭവം തഖ്വയാണ്. ആ വിളി കേട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജിന് പോയ മനുഷ്യന്മാരുണ്ട്. അറഫയിൽ ഒരുമിച്ച മനുഷ്യന്മാരുണ്ട്. നന്മകൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ ഈദിന്റെ മുസല്ലയിൽ ഇരിക്കുന്നവരെ എനിക്കും നിങ്ങൾക്കും പെടാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ നന്മകൾ ചെയ്ത് നന്മകളിൽ സജീവമായി മുന്നേറുക. എന്നിട്ട് പ്രഖ്യാപിക്കുക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പ്രഖ്യാപിക്കുക. മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കുക, മനസ്സറിഞ്ഞ് ജീവിക്കുക. മനസ്സിലൊന്നും പുറത്തൊന്നും വെച്ച് കാപട്യത്തോടു കൂടി ജീവിക്കാതിരിക്കുക. മരണത്തിന്റെ മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക് റൂഹ് തന്നവൻ റൂഹ് തിരിച്ചെടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ റൂഹ് തിരിച്ചെടുക്കുന്ന നന്മകൾ ചെയ്ത് സമാധാനത്തിന്റെ ആത്മാവായി തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഈദിന്റെ മുസല്ല അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹു സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. നമ്മിൽ വലിയ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അലട്ടുന്നവർ അല്ലാഹു സന്തോഷകരമായ കുടുംബജീവിതം തന്ന് കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഫലസ്തീൻ ജനത, ഗസയിലെ ജനത, അള്ളാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെ ശത്രുക്കളെ അള്ളാഹു തകർക്കുമാറാവട്ടെ. ബൈത്തുൽ മുഖദ്ദസിനെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തിരിച്ചു നൽകുന്ന സുന്ദരമായ നിമിഷങ്ങൾ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് പണം ചിലവഴിച്ച് ഹജ്ജ് ചെയ്യാൻ പോയ ആളുകൾ അള്ളാഹുയുടെ ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين تقبل الله منا ومنكم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.